ഫിൻഷ്, ഈ ദൃശ്യങ്ങൾ കേരളത്തിൻ്റെ ശരിയായ മാറ്റത്തെ ഏറ്റവും ശരിയായി വളരെ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു എന്നാണോ പറയാൻ? ഇതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്, അതുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സമയം കുറവുണ്ടെങ്കിൽ ഞാൻ പറയാം. മന്ത്രിയായതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കരിയിൽ പിതാവിനെ, കൊച്ചി ബിഷപ്പ് കരിയിൽ പിതാവിനെ കാണാൻ ഞാൻ പോയി. അത് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം, ചെല്ലാനം എന്ന് പറയുന്നൊരു സ്ഥലം പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം കേൾക്കുന്നുണ്ടാവും, അത് പോയി കാണണം. കടലെടുത്തുകൊണ്ട് പോകും കേട്ടോ സജി, കടലെടുത്തുകൊണ്ട് പോകും. അവിടുത്തെ ഞങ്ങളുടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം പരിഹരിക്കണം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഞാൻ അവിടുന്ന് കരിയിൽ പിതാവിനെ കണ്ട് ഇറങ്ങിയിട്ട് ഞാൻ വണ്ടി ഡ്രൈവറോട് പറഞ്ഞു ചെല്ലാനത്ത് പോകണം. എനിക്ക് അറിയില്ല, ചെല്ലാനത്ത് കടലാക്രമണമെന്നൊരു ഭീകരമായ ഒരു ദൃശ്യമായിരുന്നു. അവിടുന്ന് ഞാനിവിടെ വന്ന് ബഹുമാന്യ മന്ത്രി രാജീവായിട്ട് സംസാരിച്ചു, റോഷിയായിട്ട് സംസാരിച്ചു. ഞാനും രാജീവും റോഷിയും കൂടി ഇരുന്നു. മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ പോയി സംസാരിച്ചു, ആലോചിക്കാൻ പറഞ്ഞു. ടെട്രാപോഡ് എന്ന് പറഞ്ഞൊരു ആശയം തന്നെ അതിൻ്റെ ഭാഗമായി നമ്മൾ നിർദ്ദേശിച്ചു. കാരണം ഇത് ഇറിഗേഷൻ വകുപ്പാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിർദ്ദേശത്തിൻ്റെ ഫലമായി ആ പറഞ്ഞ കാര്യത്തിന് ഒരു പരിഹാരം ഈ ഗവൺമെൻറ് കണ്ടു. ഈ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യം അതാണ്. എനിക്ക് ഈ മുഖ്യമന്ത്രിയുള്ള സ്നേഹം അതാണ്. കാരണം അതിൻ്റെ ആവശ്യകത പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകും. പൈസ എവിടെ നിന്നാന്ന് പോലും നമുക്കറിയില്ല. ആദ്യഘട്ടത്തിൽ അവിടെ 347 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കൊടുത്തു. 7.3 കിലോമീറ്റർ കെട്ടി, അതാണ് നിങ്ങൾ കാണിച്ചത്. ഇപ്പോൾ 3.6 കിലോമീറ്റർ രണ്ടാം ഘട്ടം 306 കോടി കൊടുത്തു. അതായത് 2 സമയം കൂടി ഏതാണ്ട് 700 കോടി രൂപ ഒരു സംസ്ഥാന ഗവൺമെൻറ്, ഞാൻ UDF ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ഞാൻ ചോദിക്കട്ടെ, ന്യൂനപക്ഷത്തിന് വേണ്ടി ഇവരെ കണ്ണുനീരൊരുക്കുവാണല്ലോ. അവിടെ താമസിക്കുന്ന ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ആളുകൾ, മത്സ്യത്തൊഴിലാളി താമസിക്കുന്ന ഈ ചെല്ലാനം, ഞാൻ കൂട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു വേറെ കാര്യം. പക്ഷേ അവർക്ക് 1 രൂപയുടെ സഹായം ഇവർ ചെയ്താത്തത് പിണറായി വിജയൻ ഗവൺമെൻറ് 700 കോടി രൂപ കൊടുത്ത് അവരെ സംരക്ഷിച്ചു, അവരുടെ ജീവിതം സുരക്ഷിതമാക്കി. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ പോയി എടുക്കണം. പൂന്തുറ എന്ന് പറഞ്ഞാൽ കടലെടുത്തോണ്ട് പോയി. അവിടെയാണ് ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ ഒരു ജിയോ ട്യൂബ് ഒരു പരീക്ഷണം നടത്തി. അത് ആ ജിയോ ട്യൂബ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പ്രോജക്റ്റ് 250 മീറ്റർ പൂർത്തീകരിച്ചു. സ്ഥലത്തെ തീരമായി. ഇത് കേരളത്തെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമാണ്. കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഈ ടെട്രാപോഡും കരിങ്കല്ലും ഉപയോഗിച്ചുള്ള ഭിത്തി നിർമ്മാണം ഇനി ആവശ്യമില്ല. നമ്മൾ വിജയിച്ചു കഴിഞ്ഞു പൂന്തുറ. അതിൻ്റെ 1/4 ഭാഗം പണമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ തീരം സുരക്ഷിതമാകും. അപ്പോൾ ഈ ഒരു പദ്ധതി ഗവൺമെൻറ് നടപ്പാക്കാൻ നിശ്ചയിച്ചു. ഈ ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കും പൂന്തുറ മോഡൽ അല്ലേ? പൂന്തുറ മോഡൽ അത് എടുത്ത് ലോകത്ത് ചൈനീസ് ജിയോ ട്യൂബുകൾ ആദ്യം കൊണ്ടുവന്നു, പിന്നെ ഇന്ത്യൻ നിർമ്മിത ജിയോ ട്യൂബുകളെ ലാസ്റ്റ് ഉപയോഗിച്ച് വൻ വിജയമാണ്. തീരത്ത് ഇപ്പോൾ ബോട്ടുകൾ അടുത്തു തുടങ്ങി, അവിടെ വലിയ തരത്തിലുള്ള മാറ്റം വന്നു. തീരസംരക്ഷണവും ഫലപ്രദം. തീരസംരക്ഷണത്തിൻ്റെ ഭാഗമായി വലിയ തരത്തിൽ അതുപോലെ മത്സ്യ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ തീരസംരക്ഷണത്തിന് ഇറിഗേഷൻ വകുപ്പാണെങ്കിലും ഏറ്റവും കൂടുതൽ പണം കൊടുത്ത ഒരു കാലമാണ് ഈ കാലം.